ഒരിക്കലില്ലേ ഞങ്ങൾ പഠിക്കുമ്പോഴത്തെ കോളേജ് ചേരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ അനുഭവിച്ചുകൊണ്ട് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെന്ന് കാണിച്ചു ഇതാണ് കഴിച്ച് നമ്മുടെ കോളേജ്. രാവിലെ തന്നെ നിസ്കാരം ഓത്തല്ല കഴിഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് ഒരു ചൂട് കട്ടൻ കിട്ടിയ മൂട്ടിൽ ചെക്കന്മാരിൽ അവിടെ തന്നെ ഓരോ പരിപാടികൾക്ക് ഇറങ്ങി. കുറച്ചാൾ വായിക്കുന്ന തിരക്കിലും കുറച്ചാൾ പ്രസംഗം പ്രാക്ടീസ് ആക്കുന്ന തിരക്കിലാണ് ഓരോരുത്തർ ഞാൻ തിരക്കിലായിട്ടുണ്ടാവും. ഇനി രാവിലെ 7 പിന്നെ നേരെ മോർണിംഗ് മെസ്സേജ്. മോർണിംഗ് മെസ്സേജ് ഞാൻ പറഞ്ഞത് എനിക്ക് കൈപുസ്തകം തീർച്ചയായിരുന്നു, നല്ല പുസ്തകമായിരുന്നു. പിന്നെ 2 പീരീഡ് കഴിഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ്, ചൂട് ദോശയും മുട്ടക്കറിയും ചൂട് പാൽ ചായയും. എന്താ രസം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോളേജിന് താഴെ 2 മാക്കള്ളമാർ. ഇതെല്ലാം കഴിഞ്ഞ് ബൈതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ കുറച്ച് ഇംഗ്ലീഷും ബൈട്ടാക്കണം. ഓരോരോ അവസ്ഥയെ അപ്പൊ നമുക്ക് ഓരോ ക്ലാസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം. നമുക്ക് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് നോക്കാലോ. ചെക്കുമാരാണെങ്കിൽ അറബി ഇംഗ്ലീഷ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വേൾഡ് കപ്പ് മൊത്തം കണ്ടു തീർക്കും. ഓരോരോ അടവുകളെ അതിന്റെ ഇടയ്ക്ക് ചിലർക്ക് നല്ല പണിഷ്മെന്റ്. അതേ സമയത്ത് ലുഹസ്കരിക്കാൻ നല്ല ഈമാറുള്ള ചെന്നൈമാർട്ടാ. ഇനിയാണോ മക്കളെ നമ്മളെ മെയിൻ സംഭവം. നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും റെഡിയാണുണ്ട്. അങ്ങായിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പാടെ ഉസ്താദുമാർക്ക് നല്ല തണുത്ത ജ്യൂസ് കിട്ടും. നമ്മ കൂടോ ഈ കുറിച്ചില്ലേ പോയിട്ട് എല്ലാവർക്കും ഐസ്ക്രീം മേറ്റ് വന്നു. ഇന്നത്തെ ബിരിയാണി സ്പോൺസർ ആക്കിയവർക്ക് ചെറിയൊരു കഴിഞ്ഞപ്പാട് നമ്മുടെ ചെക്കന്റെ അറബി പ്രസംഗം കഴിഞ്ഞത് ചെക്കന്മാരൊന്നും കാണാനേ ഇല്ല. എങ്ങനെയാ കാണുന്നത്? ഇത് ബിരിയാണി അല്ലേ? എന്റെ ഇടയ്ക്ക് നമ്മൾ ചോർബോളിന്റെ കച്ചവടം സംഭവം മുതലായി കളറായി. പക്ഷെ ബിരിയാണി കഴിച്ച മസ്തിനും പത്രം വായിക്കുന്ന ചില പുണ്യാൾ മാറി വേണ്ടിട്ടാ. പിന്നെ എല്ലാ കോളേജിനും കാണുന്ന പോലെ ഒരു 100 സിനാൻ എവിടെ ഉണ്ട്. പേരെന്ത്? സിനാൻ. ഇതാണ് നമ്മളെ വെള്ളം തെറിപ്പിക്കൽ കുപ്പിയ. ഉറക്കി നാട്ടി ഓടിക്കാൻ ഉസ്താമാരുടെ ഒരു മാന്ത്രിക കുപ്പിയാണിത്. അസരസ്കാരം കഴിഞ്ഞപ്പോ അവിടെ ചെക്കന്റെ തീപോലെ ഇംഗ്ലീഷ് പിച്ച് ഈജി കഴിഞ്ഞോട്ട് എല്ലാവരും ഫോണിലെടുക്കും. ഇതാണ് വൈകുന്നേരത്തെ കളികളി. പക്ഷെ ഇംഗ്ലീഷ് വിട്ടൊരു കളിയില്ല. ഇതാണ് നമ്മൾ ഉസ്താമാര് ചെക്കന്മാരും ഉസ്താമാരും കൂടി ക്രിക്കറ്റ് കളിച്ച് പൊളിച്ച് കോളേജിൽ വിട്ടിട്ട് നോക്കിയാൽ ചെക്കന്മാരെല്ലാം ഫുട്ബോൾ കളിച്ചോണ്ടാവും. അതിന്റെ അടുക്ക് ഓരോരുത്തരും ജിമ്മ് കൊടുക്കും. അപ്പൊ പിന്നെ നേരെ പണ്ടി എടുത്ത് നേരെ പച്ചമ്പളി കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ച് തിരിച്ചു വന്ന് മകരിപ്പ് പള്ളിയിലേക്ക് നേരെ കയറി. പിന്നെ സൊലാത്തെല്ലാം കഴിഞ്ഞ് 1-ാം ദിവസം തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും എന്തെങ്കിലും ആയിട്ട് എൻഗേജ് ആയിട്ടുണ്ടാവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതുപോലത്തെ കോളേജിൽ നിന്ന് പഠിക്കേണ്ട, ചിലപ്പോൾ നന്നായി പോകും. പിന്നെ ശാഖിയാശം നമ്മുടെ ചെക്കനെ കാര്യമായ ഉറുദു സ്പീച്ച് ഒരു കുന്തും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായ പോലെ എല്ലാവരും ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്പീച്ചുകൾ കഴിഞ്ഞ് നേരെ ഡിന്നർ. നല്ല ചൂട് നെയ്ച്ചറും ബീഫ് കറിയും ഉണ്ടായി. ഫുഡുകൾ കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറെ ആൾക്കാർ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ആയിട്ട് കുത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവനാണ് നമ്മുടെ മെയിൻ എഡിറ്റർ. എഡിറ്റാക്കി ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയെന്നാണ് കേട്ടത്. ഇവൻ മാത്രമല്ല കേട്ടാ, ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ട് രാത്രി 4 മണിക്ക് ഉറങ്ങിയിട്ട് ഉച്ചക്ക് 3 മണിക്ക് എണീക്കണം. നാടനായ പോലെ ഒന്നും നമുക്ക് ഉറങ്ങാൻ ഓൾമോസ്റ്റ് 10-10 ആകുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ ചെല്ലും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ദിവസം. അപ്പൊ ഓക്കെ ബൈ.